നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കാനിരിക്കെ അമേഠി റായ്ബറേലി സീറ്റുകളിലെ സ്ഥാനാർത്ഥിത്വത്തിൽ സസ്പെൻസ് തുടർന്ന് കോൺഗ്രസ്. അമേഠിയിൽ രാഹുൽ ഗാന്ധിയുടെയും അഖിലേഷ് യാദവിന്റെയും ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചു. അമേഠിയിൽ നാളെ റാലി നടത്താൻ കോൺഗ്രസ് അനുമതി തേടി. പ്രിയങ്ക ഗാന്ധിക്കായി റായ്ബറേലിയിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. നിതിൻ അംബുജൻ ഇപ്പോൾ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. നിതിൻ, ഈ സസ്പെൻസ് എന്ന് ഒരു തരത്തിൽ പറയുന്നുണ്ട്, പക്ഷെ ഇത്ര നാളായിട്ടും എന്തുകൊണ്ട് അമേഠിയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയാതെ പോയി എന്നൊരു ചോദ്യവും മറുഭാഗത്തുണ്ടല്ലോ നിതിൻ. ഉന്മേഷ്, ഇന്ന് ഉച്ചയോടുകൂടി തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആദ്യം വ്യക്തമാക്കിയത്. പിന്നീട് വൈകിട്ടോടുകൂടി തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് അറിയിച്ചു. പക്ഷേ ഈ നിമിഷം വരെയും സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടില്ല. അമേഠിയിലും റായ്ബറേലിയിലും ഇപ്പോഴും സസ്പെൻസ് തുടരുകയാണ്. അവസാനവട്ട ചർച്ചകൾ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൽ നടക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന വിവരപ്രകാരം പ്രിയങ്ക ഗാന്ധി മത്സരരംഗത്ത് ഉണ്ടാകില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ രാഹുൽ ഗാന്ധി അമേഠിയിൽ തന്നെ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ അഖിലേഷ് യാദവുമായുള്ള ഫ്ലെക്സ് ബോർഡുകൾ ഇതിനം തന്നെ അവിടെ ഉയർന്നു കഴിഞ്ഞു. അമേഠിയിൽ തന്നെ രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്നൊരു ആവശ്യമാണ് നേതൃത്വം ഇതിനം തന്നെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ശക്തമായി ആവശ്യപ്പെട്ടത്. കോൺഗ്രസ് പ്രവർത്തകരും ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ വയനാട് പുറമെ മറ്റൊരു സീറ്റിൽ മത്സരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് താല്പര്യമില്ല. എന്നാൽ കോൺഗ്രസ് അധ്യക്ഷന്റെ സമ്മർദ്ദം, അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ സമ്മർദ്ദം, നെഹ്റു കുടുംബത്തിൽ ഒരാൾ അമേഠിയിൽ നിന്ന് മത്സരിക്കണമെന്നൊരു ആവശ്യം, ഇതെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അത്തരമൊരു തീരുമാനത്തിലേക്ക് കടക്കുക. ആ ഒരു സാഹചര്യത്തിൽ വൈകാതെ തന്നെ പ്രഖ്യാപനം ഉണ്ടാകും. അതേസമയം തന്നെ പ്രചരണത്തിൽ സജീവമാകാൻ താല്പര്യമെന്ന് പ്രിയങ്ക ഗാന്ധി ഇതിനം തന്നെ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. കാരണം 3 പേർ, അതായത് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവർ പാർലമെന്റിലെത്തിയാൽ സ്വാഭാവികമായിട്ടും ഒരു കുടുംബവാഴ്ച എന്നൊരു ആരോപണം BJP ഉയർത്തും. ഇതിനെ പ്രതിരോധിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി പ്രചരണത്തിൽ സജീവമാകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ റായ്ബറേലിയിൽ അങ്ങനെയാണെങ്കിൽ നെഹ്റു കുടുംബത്തിനോട് താല്പര്യമുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള ചർച്ചകൾ എന്തായാലും ഈ മണിക്കൂറുകളും തുടരുന്നുണ്ട്. വൈകാതെ തന്നെ ഒരു പ്രഖ്യാപനം പ്രതീക്ഷിക്കാം. 10 മണിയോട് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന വിവരം. എന്തായാലും ഇപ്പോഴും സസ്പെൻസ് നിലനിർത്തിയാണ് മുന്നോട്ട് പോകുന്നത്. നാളെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.